ത്തിൻ്റെ സൂര്യനെ സംബന്ധിച്ച അന്ധകാര ഭൂമിയെ മൂടിക്കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നീതിയിൽ സൂര്യനെ പിതാവായ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ ദിനങ്ങൾ അനുഭവിപ്പാൻ വർഷത്രൂഹായ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാരിഷ് മിഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ വർഷാന്ത കൺവെൻഷൻ ക്രമീകരിക്കപ്പെടുവാൻ തൊക്കണം അവിടെ ഞങ്ങളെ ഒരുക്കി സഹായിച്ച് അനുകൂലമായ കാലാവസ്ഥയൊക്കെ നൽകിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളുമായി ഞങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ ദിവ്യ സാന്നിധ്യവും കൃപയെ അനുഭവിപ്പാൻ തിരുവചനത്തിലെ ദൂതൊക്കെ പ്രഘോഷിപ്പാൻ ദാസനെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. അത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹദായകമായി ഭവിപ്പാൻ പരിശുദ്ധരൂഹായാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൽ ഞങ്ങൾ നിന്നോട് ചേർന്ന് ആരംഭിക്കുവാൻ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദൂത് നൽകുവാൻ വന്നിരിക്കുന്നതിന് ദാസനായിട്ട് സ്തോത്രം. അനുഗ്രഹമായ ദൂത് പ്രഘോഷിപ്പാൻ അവിടുത്തെ ദിവ്യാത്മാവിനാൽ സഹായിക്കുകയും ഒരുക്കുകയും ശക്തീകരിക്കുകയും അത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി ഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പാരിഷ് മിഷനെയും ചുമതലക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായി ഗാനശുശ്രൂഷ നൽകുന്ന പാരിഷ് മിഷൻ കൊയറിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ ആവശ്യമായ കൃപ കൂടിയിരിക്കുകയും അനുഗ്രഹമായി പാടി മഹത്വം കരയേറ്റുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇടവകയും ചുമതലക്കാർക്കായിട്ടും വാഴ്ത്തുന്നു. ഇതിൻ്റെ കൃപാദാനങ്ങൾ എല്ലാവരും അനുഭവിച്ച എല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്ന് ഈ ദിനങ്ങളിലെ ഞങ്ങളുടെ കുടിവരവ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ദിവ്യ സാന്നിധ്യത്താൽ ഇരുബലമുള്ള സ്ലീബായാൽ ഞങ്ങളെ ആശീർവദിക്കണമേ. തുടർന്നുള്ളതായ സമയമൊക്കെ നിന്നോട് ചേർന്ന് അങ്ങേ മഹത്വം കരയേറ്റുവാൻ തൊക്കോണം നിൻ്റെ ആത്മസാന്നിധ്യം നൽകി ഞങ്ങളെ അധികമായി പരിപാലിക്കണമേ. വാഴ്വുകളാൽ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. നമുക്ക് ഗാനശുശ്രൂഷയായിട്ട് ഒരുങ്ങാം. നമ്മുടെ പാരിഷ് മിഷൻ കൊയറിനെ അതിനായിട്ട് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗണ്ട് പോരാ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കാലാവസ്ഥ. നമ്മുടെ യേശു ജനിച്ച ദിവസത്തെ ആ ഒരു കാലാവസ്ഥ പോലെ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ. വന്നുകൂടിയിരിക്കുന്ന ഏവർക്കും ഈ വാരാന്ത്യ കൺവെൻഷനിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം അർപ്പിക്കുന്നു. ഗാനശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പഴയ പാട്ടുകളും ചില പുതിയ പാട്ടുകളും. ഓൾറെഡി സ്ലൈഡിൽ ആ പാട്ടുകൾ കാണിക്കും. അപ്പം നിങ്ങളുടെ കൈകൾ വെറുതെ ഇരിക്കരുത്. കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 2025 ഡിസംബർ മാസം 29-ാം തീയതി, സമയം 7:37. ഇനി ഇങ്ങനൊരു ദിവസമോ ഇങ്ങനൊരു സമയമോ നമുക്ക് ലഭിക്കില്ല. ഈ ഒരു വർഷക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തുപരിപാലിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനുള്ള സമയങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. വീണു പോകാമായിരുന്നു, തകർന്നു പോകാമായിരുന്നു. സ്വർഗത്തിലെ അപ്പൻ കൈപിടിച്ച് ബലപ്പെടുത്തി. ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിടുവീൻ യേശു രാജാതി രാജാവിനെ എന്ന് ആരംഭിക്കുന്ന പാട്ട് നമുക്കെല്ലാവർക്കും കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാവേ
തുടിച്ചിടും നീ, ഉള്ളം തുടിച്ചിടും നീ, നാഥാ നിന്നുടെ വരവിനായി. കൺകൾ കൊതിച്ചിടും നീ, ഉള്ളം തുടിച്ചിടും നീ, നാഥാ നിന്നുടെ വരവിനായി. പാരകാശലകൾ ഏറും ദിനം തോറുമേ, നാഥാ വേഗം നീ വന്നിടണേ. പാരകാശലകൾ ഏറും ദിനം തോറുമേ, നാഥാ വേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാരനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാരനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് ലഭിച്ച അനുഭവം നമുക്കും ലഭിക്കുവാനായി, ആ അതിശയം ഈ ലോകത്തിൽ നടന്നിടുവാനായി, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടോടി സാത്താൻ്റെ എല്ലാ ശക്തിയെയും ജയിച്ച് ധീരതയോടെ നമ്മുടെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നമ്മളെ അഭിഷേകം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം, കർത്താവെ നീ അറിയുന്നു എന്ന പാട്ട് നമുക്കെല്ലാവർക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടോടുവാൻ, സാത്താൻ്റെ എല്ലാ ശക്തിയെയും ജയിച്ചിടുവാൻ, ധീരതയോടെ എൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ
കരങ്ങളും ജ്വലിച്ചിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണം. നിന്റെ ജനം ഉണർന്നിടുവാൻ നമുക്ക് ഉണർന്നു പാടാം. കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചൊരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു പാട്ട് നമുക്കെല്ലാവർക്കും എണ്ണീച്ച് നിന്ന്, ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. പക്ഷേ ജൂൺ മാസത്തിന് ശേഷം ഞാൻ ഈ പാട്ട് പാടിയിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത് ഈ പാട്ടിന്ന് പാടണമെന്ന്. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിഞ്ഞൊരു വർഷക്കാലം ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നടുവിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ എത്ര പരീക്ഷകൾ വന്നാലും അതിനൊരു പരിഹാരം ദൈവം തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്തിനെന്ന് ചോദിക്കുന്നില്ല, ചോദിക്കുവാനായിട്ട് പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും മനസ്സിൽ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെയും നിന്റെ നന്മയ്ക്കായിട്ടെന്ന് ദൈവം പറയുന്നു. എരുതിയിലാണ് വീണത്, പക്ഷെ ഏകനല്ലായിരുന്നു, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് വീണത്. തകർന്നു പോകാമായിരുന്നു, തളർന്നു പോകാമായിരുന്നു, പക്ഷേ നിർത്തി ഈ ഭൂമിയിൽ. നമുക്കെല്ലാവർക്കും എണ്ണിച്ചു നിന്ന് എല്ലാവർക്കും ഈ വരികൾ അറിയാം. നിങ്ങൾ കണ്ണുകൾ അടച്ച് കൈകൾ അടിച്ച് ഈ പാട്ടുകളൊന്ന് പാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കില്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം. വേദനകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ആരെങ്കിലും ഈ ആലയത്തിലുണ്ടെങ്കിൽ ഈ പാട്ടിൻ്റെ വരികൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചേർത്ത് വെച്ചൊന്ന് പാടിയാൽ മതി, നിങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. നമുക്ക് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീയിലല്ല, എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. Praise the Lord.
എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമായ ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്നത് എൻ്റെ യേശുവാണ്. ഞാൻ അവൻ്റെ കരങ്ങളിലാണ്. ഒരു പരീക്ഷയിൽ ഞാൻ അകപ്പെടുകയില്ല, ഒരു വേദനയും എന്നെ തകർക്കുകയില്ല. ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേ സുഖത്രേ. ഞാൻ അവൻ കരങ്ങളിലാ. നടക്കുന്നതേ സുഖത്രേ. ഞാൻ അവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ അതെനിക്ക് നന്നായി അറിയാം. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ഒരു സാത്താന്റെ ശക്തിയും എന്നെ തകർക്കുവാൻ സാധിക്കില്ല. ഒരു വേദനയും എന്നെ തകർക്കുകയില്ല. ദൈവം എനിക്ക് അനുകൂലമാണ്. Praise the Lord. Hallelujah. Praise the Lord. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. Hallelujah. Praise the Lord. Amen. അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പാടാം. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. വീഴുന്ന തീയിലല്ല, എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലാണ്. ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ആമേൻ. Praise the Lord. Hallelujah. കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായി ഞാൻ അറിയുന്നു. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശക്തമായിട്ട് ഒരു പ്രൈസ് ലോർഡ് പറഞ്ഞേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ റോണി തോമസ് അവരുകളെ ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായി ഈ ദേവാലയത്തിൻ്റെ തണലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിച്ചിരിക്കുന്നു. പാരിഷ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ പതിപോലെ നമ്മൾ നടത്തി വരുത്തുന്ന വർഷാന്ത്യ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇപ്രകാരം നമുക്കൊരു കൺവെൻഷൻ നടത്തുവാൻ വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് സഹായിച്ച നമ്മുടെ ഇടവക വികാരിയും പാരിഷ് മിഷൻ പ്രസിഡൻറ്റുമായ റവറൻ തോമസ് ഫിലിപ്പ് അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് 3 ദിവസത്തെ ദൂത് നൽകുവാനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ സുവിശേഷകൻ സുബി പള്ളിക്കലാണ്. പ്രിയപ്പെട്ട സുബിച്ചായനെ സ്വാഗതം ചെയ്യുന്നതിൽ വ്യക്തിപരമായി എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊരു ദേശക്കാരാണ്. ഞങ്ങളുടെ മാതൃ ഇടവക പള്ളിക്കൽ സെൻറ്റ് തോമസ് മർത്തോമ ചർച്ചാണ്. മർത്തോമാസ് സഭയുടെ കീഴിലുള്ള വിവിധ സംഘടനകൾ കൂടി ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വിലയേറിയ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കുന്ന ഒരു ദൈവദാസനാണ് പ്രിയപ്പെട്ട സുവിച്ചായൻ. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ 3 മക്കൾ, 3 മക്കളും വിദ്യാർത്ഥികളാണ്. ഏഞ്ചൽ, ആൽവിൻ, എയ്സൽ. വൈഫിൻ്റെ പേര് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുജയമ്മാമ. പ്രിയപ്പെട്ട സുവിശേഷകൻ സുബി പള്ളിക്കലിനെ ഏറ്റവും സ്നേഹത്തോടെ പള്ളിക്കൽ ഫുജേറ പാരിഷ് മിഷൻ്റെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരമാക്കുന്ന പാരിഷ് മിഷൻ്റെ കൊയറിനോടുള്ള സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. പാരിഷ് മിഷന് വേണ്ട എല്ലാ കൈത്താങ്ങലുകളും ചെയ്തു തരുന്ന ഇടവക അടിസ്ഥാന സമിതി, പാരിഷ് ഒഫീഷ്യൽസ് എല്ലാവരെയും സ്വാഗതം അറിയിക്കുന്നു. തേനിലും തേൻകട്ടയേക്കാളിലും മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ കടന്നു വന്ന വിശ്വാസജനമേ, എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട ശ്രീ ലിജു മാത്യു ഇപ്പോൾ ഇന്റർസെസറി പ്രേയറിന് നേതൃത്വം നൽകുന്ന ശ്രീ ലിജു മാത്യു.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അവസരം ഉപയോഗിക്കാം. വിലയേറിയ ദാനങ്ങൾ കഴിഞ്ഞ ഒരു 11 മാസം അല്ലെ 12 മാസത്തിൻ്റെ അവസാനം വരെ നമ്മളെ സഹായിച്ച ദൈവം ഒരിക്കൽ കൂടി ഈ ദിവസത്തിൻ്റെ ഈ നിമിഷം കാണാൻ സഹായിച്ച ദൈവം, ആ ദൈവത്തെ സ്തുതിപ്പാൻ, പാടുവാൻ, ആരാധിപ്പാൻ കിട്ടിയ സമയത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതനായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ അവസരം ഒരുക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ പ്രിയപ്പെട്ട ദാസനോടുകൂടിയും പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് സുബി എന്നത്തെ പറയുന്ന ദാസനോടുകൂടിയും പ്രിയപ്പെട്ട അച്ഛനോടുകൂടിയും ഈ സഭാവിശ്വാസികളോടായിരിക്കാൻ നമുക്ക് ഈ സമയം കാലുകൾക്ക് ബലവും കണ്ണുകൾക്ക് ശക്തിയും വാഹനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവിനെയും ഓരോ നിമിഷവും ഓരോ അവയവങ്ങൾക്കും കർത്താവെ നീ തന്ന ദാനങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവമാകുന്നല്ലോ. ഈ പ്രദേശത്ത് വരുവാനോ പറ്റുവാനോ കർത്താവെ ഇതിൻ്റെ മഹത്വം ക്രമീകരിച്ചുകൊണ്ട് ജീവിപ്പാനോ സമ്പൽ സമൃദ്ധി കർത്താവെ സമ്പൽ സമൃദ്ധി കൊണ്ടുപോകാനോ കർത്താവെ ഈ സമയം നീ ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അനേകർ കർത്താവെ ഈ സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ബലഹീനതയിലായിരിക്കുന്നുണ്ട്, രോഗങ്ങളായിരിക്കുന്നവരുണ്ട്, കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം നമ്മളുടെ വിശുദ്ധിയിൽ പ്രസാദിക്കുകയില്ല എന്നുള്ള കർത്താവെ ഒരു വചനങ്ങൾ നമ്മൾ പഠിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ട കർത്താവെ, എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവക ജനങ്ങളെ പ്രത്യേകം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഓരോരുത്തരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമേ. ഭവനങ്ങളായിരിക്കുന്നവരെ കൂട്ടിവരുത്തണമേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ഭവനങ്ങളെ വാഴ്ത്തണമേ. അതിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ അനേകം ദൂതുകൾ അനേകം നാളുകളായി പ്രിയപ്പെട്ട ദാസനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ജനങ്ങൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടല്ലോ. പ്രിയപ്പെട്ട ദാസനെയും കൊച്ചമ്മയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരെയും നിൻ്റെ കരങ്ങളാൽ സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സുപ്രസിദ്ധ സുവിശേഷകനായ ഇവാഞ്ചലിസ്റ്റ് സുബി സാറിനായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകൻ്റെ കുടുംബത്തിനായി ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകനിലൂടെ അനേകം ആത്മാക്കളെ നേടാൻ പ്രിയപ്പെട്ട മകൻ കർത്താവെ സാധിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ആത്മാക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളും ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചനയാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യാശയോടെ ജീവിപ്പാൻ നമ്മളെ ഒരുക്കാം. പ്രാർത്ഥിക്കുന്നവരുടെ മുഖമല്ല, അടുത്തിരിക്കുന്നവരുടെ പ്രവൃത്തിയല്ല, അടുത്തിരിക്കുന്നവരുടെ സൗന്ദര്യമല്ല, അടുത്തിരിക്കുന്നവരുടെ സമ്പൽ സമൃദ്ധിയല്ല, അടുത്തിരിക്കുന്നവരുടെ കർത്താവെ ബുദ്ധി സ്ഥന്മതകളല്ല നമ്മളെ വഴി നടത്തുന്നത്. ദൈവം തമ്പുരാനായി കർത്താവെ രണ്ടാമതായി വരുന്ന കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കാലങ്ങളിൽ ജീവിക്കാം. ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സമശിഷ്ടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ കർത്താവെ അനേക പ്രദേശങ്ങളിലെ ഭൂകമ്പങ്ങളും കെടുതികളും സാമ്പത്തികമായ പ്രയാസങ്ങളും അഴിഞ്ഞാടുമ്പോൾ ദൈവമേ, മുന്നോട്ട് എങ്ങനെ ജീവിക്കും? ഒരു നേരത്തെ ആഹാരം എങ്ങനെ കിട്ടും? അടുത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കും? നമ്മുടെ കുടുംബത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ള പ്രത്യാശയില്ലാതെ ഭാരപ്പെടുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അദൃശ്യമായി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേർപാടൊരു വലിയ ദുഃഖമാണല്ലോ. എങ്കിലും പ്രത്യാശയുള്ള നാടിനെ കണ്ടു ജീവിപ്പാൻ, എരുതിയിൽ വീണാലും അതിൽ നിന്നാൽ കെടുകയില്ല എന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ നമ്മളെ ഓരോരുത്തരും ഈ അവസരം ഉപയോഗിക്കാം. ഈ കൺവെൻഷൻ പരിഷ്മിഷനായിട്ട് ക്രമീകരിപ്പാൻ തന്ന കൃപയ്ക്കായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രാർത്ഥനയാലും അനേകർ കർത്താവെ ഇതിനായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചു. ഇതിനൊക്കെ കൈത്താങ്ങൽ തന്നല്ലോ, അവർക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചുമതലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ സമിതിക്കാരെ, എല്ലാ ഇടവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകർ രോഗികളായിരിക്കുന്നു, മാറാ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ ഇല്ലായ്മയിൽ നിന്ന് വളർത്തി ഉണ്മയിലേക്ക് നടത്തിയ കർത്താവെ, ദൈവമായ കർത്താവരെ മറക്കാതിരിപ്പാൻ, അവരെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കടന്നു വരാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ ബലഹീനതകളെ ഒന്ന് ഓർക്കാതെ കർത്താവെ, പ്രാർത്ഥനയുടെ കരങ്ങളിൽ നിന്നെ സമർപ്പിക്കുന്നു. അദൃശ്യമായ ഒരു കോവേണി പോലെ, അദൃശ്യമായൊരു ഇലക്ട്രിക് വയറ് പോലെ പ്രാർത്ഥന ദൈവമേ സ്വർഗത്തിൽ എത്തണമേ.
ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കർത്താവെ ഞങ്ങൾ പലപ്പോഴും ആയിപ്പോകുന്നുണ്ട്. കർത്താവെ, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമേ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവെ. ഞങ്ങൾ അതിലൊന്നും മതിമറന്നു പോകാതിരിക്കാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഏഴകളായ ഞങ്ങൾക്ക് കർത്താവെ ഈ ലോകത്തിൻ്റെ ഒരു സമയം കൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആരാധിപ്പാൻ കിട്ടിയ അനേക സന്ദർഭങ്ങൾ ഞങ്ങൾ പാഴാക്കി പോയിട്ടുണ്ട്. ഞങ്ങളുടെ കർത്താവെ ഈ ആരാധന ഒരു പ്രകടനമാക്കി മാറ്റിയ സന്ദർഭങ്ങളുണ്ട്. ദൈവമേ, അതിൻ്റെ കുറവുകളെല്ലാം നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട വചനം പറയുന്ന പ്രിയപ്പെട്ട ദാസനെ പറ്റി ഞാൻ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ മുഖ്യാതിഥി പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് സുബി പള്ളിക്കൽ അവർകൾ, കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹ വന്ദനം. വളരെ അനുഗ്രഹീതമായി നമുക്ക് ഈ വർഷാവസാനം പാരീഷ് മിഷൻ്റെ നേതൃത്വത്തിൽ ഇപ്രകാരം വർഷാന്ത കൺവെൻഷൻ ക്രമീകരിക്കപ്പെടുവാൻ കൃപ ചെയ്ത ദൈവത്തെ നന്ദിയോടെ മഹത്വം കരയേറ്റുകയും ചെയ്തുകൊള്ളട്ടെ. അനുകൂലമായ അന്തരീക്ഷം, കാലാവസ്ഥയൊക്കെ ഒരുക്കി ആളുകൾക്ക് വന്ന് പ്രാർത്ഥനാപൂർവ്വം സംബന്ധിപ്പാൻ, അനുഗ്രഹമായി ദൈവകൃപയിൽ ധന്യരായി തീരുവാൻ, ദൈവത്തിൻ്റെ ദിവ്യ പരിപാലന ഈ ദിനങ്ങളിലൊക്കെ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തിരിക്കുന്നുവല്ല. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആ ദിവ്യ സാന്നിധ്യം നമുക്ക് അഗ്നിമേഘ തൂണുകളായി നമ്മുടെ ജീവിതയാത്രയിൽ നിരന്തരം നമ്മെ പരിപാലിക്കുന്ന ഇമ്മാനുവേലായ ദൈവ സാന്നിധ്യത്തിനായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ചെയ്യും. 2 ദിവസങ്ങൾ കഴിയുമ്പോൾ നാം പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൺവെൻഷനുകളുടെയും ധ്യാനങ്ങളുടെയും പ്രസക്തി നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ സംക്ഷേപിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കപ്പെടുക, പാപികൾ മാനസാന്തരപ്പെടുക, പിന്മാറ്റക്കാർ തിരിച്ചു വരിക. ആ ഒരു സമൂലമായ ട്രാൻസ്ഫർമേഷൻ യാഥാർത്ഥ്യമായി തീരുവാൻ സാധ്യമായി തീരുന്നതായ ദൈവവചന പ്രഘോഷണമത്രേ ഈ ദിനങ്ങളിലൊക്കെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. റിഫ്ലക്റ്റ്, റിജോയ്സ് ആൻഡ് റിന്യൂ. ദൈവം നടത്തിയതായ വിധങ്ങളെ മന്നം ചെയ്യുവാനും അതോടൊപ്പം തന്നെ അതിൽ ആനന്ദിക്കുവാനും ക്രിസ്തുവിൽ സന്തോഷിപ്പാനും കഷ്ടതയിലും ബലഹീനതയിലും ദൈവിക നടത്തിപ്പ് പരിപാലനെ ഓർത്ത് നാം മുൻപേ പാടിയതുപോലെ എരുതിയിൽ വീണാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്ന യാഥാർത്ഥ്യം അനുഭവിപ്പാൻ സാധിക്കുകയും അങ്ങനെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നൽകുവാൻ തക്കവണ്ണം റിന്യൂവൽ ഓഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ പുതുക്കത്തിൽ കൂടെ പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളുമായി നടത്തപ്പെടുന്നതായ നമ്മുടെ ഈ വർഷാന്ത കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ സംബന്ധിക്കാം. പ്രാരംഭ ദിനത്തിലും തുടർന്നുള്ള ദിനങ്ങളിലും ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. നാം ഒന്നിച്ച് കൂടി വരുന്നത് പുതിയ സംവത്സരത്തിലെ ഒരു റിസോഴ്സ് എനർജിയായി തീരുവാൻ തക്കവണ്ണം ദൈവം അതെയും സഹായിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിലും പ്രാർത്ഥനയോട് വന്ന് സംബന്ധിക്കാം. ഇപ്പോൾ വചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് സുബി പള്ളിക്കൽ അവരുടെ സന്തോഷത്തോടെ ക്ഷണിക്കുകയും ചെയ്തുകൊള്ളട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഏറ്റവും ബഹുമാന്യനായ ഇടവക വികാരിയച്ഛൻ, ഇടവക ചുമതലക്കാർ, ഇടവക പാരീഷ് മിഷൻ ചുമതലക്കാർ, ഈ രാത്രി ആത്മീക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. വളരെ മനോഹരമായ ഒരു ദേവാലയത്തിനകത്ത് ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുവാൻ ഇത്രയും പ്രിയപ്പെട്ടവർ ഇവിടെ നിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചില നാളുകളായി ഇവിടെ ഞാൻ വരണം എന്ന് പ്രിയ റോണി സാറ് വളരെ ആഗ്രഹിക്കുകയും വളരെയധികം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം പ്രിയ അജി ബ്രദർ
അതിന് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു യാത്രയിലാണ്, തിരികെ വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങാം. എന്നാൽ പിന്നീട് അത് നടക്കാതെ പോയി. എന്നാൽ ഈ വർഷം 2ാമത്തെ പ്രാവശ്യമാണ് ദുബൈയിൽ വരുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ദുബായ് മാർത്തോമാ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി കൺവെൻഷനിൽ 4-5 ദിവസം അവിടുത്തെ ദേവാലയത്തിൽ കടന്നു വന്ന് ഈ വർഷം തന്നെ പ്രസംഗിക്കാനിടയായി. അപ്പോൾ പ്രിയ റോണി എന്നെ കാണാനായിട്ട് അവിടെ വന്നു. അങ്ങനെ വീണ്ടും ഈ വർഷം ഇവിടെ വരാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും തമ്പുരാൻ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഇടവക വികാരി, പ്രിയപ്പെട്ട തോമസ് അച്ഛൻ, ഞാൻ അച്ഛൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു പുത്തൂര് അച്ഛൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവവചനം ശുശ്രൂഷിക്കാനായി പോയിട്ടുണ്ട്. എന്നാൽ വലിയ സ്നേഹവും കരുതലും ദൈവത്തിൻ്റെ കൃപയാൽ അനുഭവിപ്പാനിടയായി. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വർഷാവസാന കൺവെൻഷൻ എന്നും കൺവെൻഷനാണ്. എന്നാൽ നമ്മൾ ഓരോരോ പേരുകൾ നൽകി നമ്മൾ ഒന്നുകൂടെ ഒരുക്കപ്പെടാൻ വേണ്ടി, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങൾ ബഹ്റിൻ മാർത്തോമ വലിയ പള്ളിയുടെ കൺവെൻഷനായിരുന്നു. അവരും പേരിട്ടത് വർഷാവസാന കൺവെൻഷൻ. അപ്പോൾ ഞാനിപ്പോഴും ചിന്തിക്കും, ദൈവവചനത്തിന് എല്ലായിടത്തും എന്നും പ്രാധാന്യമുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിൽ നെൽഗുണ്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ എൻ്റെ കൂടെ ഒരു സുവിശേഷകനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഉൾഗ്രാമപ്രദേശത്തെ സുവിശേഷ വേലയെക്കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അവിടെ എങ്ങനെ സുവിശേഷ വേല നമുക്ക് ആരംഭിക്കാനൊക്കും എന്ന ഒരു നിയോഗം സഭ ഏൽപ്പിച്ചനുസരിച്ച് ഞാൻ ആ സ്ഥലത്ത് യാത്ര ചെയ്യുകയാണ്. അവിടെ നമുക്കൊരു സ്കൂളിനോട് ചേർന്ന് ഒരു വിശ്വാസി നൽകിയ 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു മിഷൻ വർക്ക് ആരംഭിക്കണം എന്ന നാളുകളായിട്ടുള്ള സഭയുടെ ഒരു വലിയ താല്പര്യം. അപ്പോൾ ഞാൻ ആ സ്ഥലം ഒന്ന് കാണാനായിട്ടും ആ ഗ്രാമപ്രദേശത്തിൽ സുവിശേഷ വേല എങ്ങനെ ചെയ്യാനൊക്കും എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കാനായി പോകുമ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു മുസംബി തോട്ടത്തിനകത്തൂടാണ്. ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ധാരാളം മുസംബി പറിച്ച് ആ ലോറിയുടെ പുറത്ത് കയറ്റുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന സുവിശേഷകനോട് പറഞ്ഞു, നമുക്ക് അവരിൽ നിന്ന് 1 കിലോ മുസംബി വാങ്ങിക്കാം. രാവിലെ ഇറങ്ങിയതല്ലയോ, നമ്മുടെ ക്ഷീണമൊക്കെ മാറും, നമുക്ക് 1 കിലോ മുസംബി അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഈ സ്നേഹിതൻ മുസംബി പറിക്കുന്ന ആളുകളോട് പറഞ്ഞു, 1 കിലോ മുസംബി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തരത്തില്ല, ഞങ്ങളിത് മുഴുവനായിട്ട് പറിച്ച് ഈ ലോറിയിൽ ഡൽഹിയിൽ കൊണ്ടുപോവുകയാണ്, അവിടെ നിന്നാണ് ഞങ്ങളിത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളാരാ? അപ്പോൾ എൻ്റെ കൂടെ വന്ന മിഷണറി പറഞ്ഞു, ഞങ്ങൾ യേശുസ്വാമിയുടെ ആളുകളാണെന്ന് പറഞ്ഞു. യേശുസ്വാമിയുടെ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ ആ മലയാളി മുസംബി പറിക്കുന്നവരോട് പറഞ്ഞു, എല്ലാവരും റോഡിലേക്ക് വരാൻ പറഞ്ഞു. എല്ലാവരും റോഡ് സൈഡിൽ വന്നു. എല്ലാവരും വട്ടത്തിൽ കൂടി ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. എൻ്റെ കൂടെ നിന്ന സ്നേഹിതൻ തെലുങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. മുസ്ലിം തൊപ്പി വെച്ച സഹോദരങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്നും ഭാരതത്തിലും ലോകത്തിലും സുവിശേഷത്തിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല. ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ള എത്രയോ ആളുകൾ നമുക്കുണ്ട്. ഏതെല്ലാം ഭരണാധികാരി ഭരിച്ചാലും സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടമുണ്ട് എന്നുള്ളത് എന്നെ ആന്ധ്രയിലെ ആ ഗ്രാമത്തിൽ നിന്ന് തമ്പുരാൻ പഠിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഏത് പേരിൽ എഴുതപ്പെട്ടാലും സുവിശേഷം കേൾക്കാൻ ദൈവം തരുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിലെ ദൈവവചന കേൾവി അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം വളരെ പരിമിതമായതുകൊണ്ട് ആമുഖ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ലാത്തത് കൊണ്ടും ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം
അതിൻ്റെ 19 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19 വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കണം. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് മതി പുരമേൽ കയറി ഓട് നീക്കി. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ ദൈവസ്ഥലിൽ അടച്ച ഹൃദയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഏകാഗ്രമാക്കി എല്ലാവരും ദൈവസ്ഥലിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദേശത്തിൻ്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായേ. ദേശത്തിൻ്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായേ. ദൂരെ നിന്നു കേൾക്കും നാദമെൻ്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായേ. ദൂരെ നിന്നു കേൾക്കും നാദമെൻ്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായേ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമൽ തേരാറായല്ലോ. വേഗം നാം പോയിടാം, കാലമെല്ലാം തേരാറായ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, മനോഹരമായ ഞങ്ങളുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ സ്വർഗം തന്ന വലിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, ആമേൻ. ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ആമേൻ. 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ ആമേൻ ഡിസംബർ മാസത്തിൻ്റെ ഈ നിമിഷം വരെയും നീ ഞങ്ങളെ നടത്തിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. എണ്ണമില്ലാത്ത നന്മകൾ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ, അനർത്ഥങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചല്ലോ. ദൈവമായ കർത്താവേ, ആരോഗ്യത്തോടെ ഈ ആലയത്തിനകത്ത് നടന്നു വരുവാൻ നീ ഞങ്ങൾക്ക് ബലം തന്നതിനായി സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവേ, ഈ വർഷാവസാന ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളെ ആമേൻ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ചിലത് പ്രാപിച്ച് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. വളരെ മനോഹരമായ സുപരിചിതമായ നാം ഒന്നിലധികം പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തിരുവചനമാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായി നമ്മൾ വായിച്ചു കേട്ട വാക്യം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ചെയ്ത ഒരത്ഭുതമാണ് 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. അവരുടെ വിശ്വാസം കണ്ട് യേശു അവനെ സൗഖ്യമാക്കി. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 സുവിശേഷകർ ഈ സംഭവം വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരുപോലെ എഴുതപ്പെട്ട കർത്താവിൻ്റെ അത്ഭുതമാണ് കവർന്ന ഭൂമിയിലെ ഈ മനുഷ്യൻ്റെ സൗഖ്യം. എന്നാൽ നിങ്ങൾ വളരെ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 സുവിശേഷകന്മാർ എഴുതാത്ത ഒരു വാക്ക് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടതായ വാക്ക്. എന്താ എഴുതിയത്?
എന്താ വായിച്ചത്? പുരുഷാരം ഹേതുവായിട്ട് വഴി കാണാഞ്ഞിട്ട്. അപ്പോൾ ഈ വാക്ക് മത്തായി എഴുതിയിട്ടില്ല, ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ മർക്കോസ് എഴുതിയിട്ടില്ല, ഈ വാക്ക് എഴുതിയത് ലൂക്കോസാണ്. ലൂക്കോസ് പറയുകയാണ്, വഴി കാണാഞ്ഞിട്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രസംഗ വിഷയം വഴി കാണാഞ്ഞിട്ട് യേശു തുറക്കുന്ന വഴി. 2-3 കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ഭാഗം നമ്മൾ നന്നായി പഠിച്ചാൽ ഇവിടെ വഴിയുണ്ട്, വഴിയുണ്ട്. അതുകൊണ്ടല്ലേ അവിടെ അത്ര ആളുകൾ. നിങ്ങൾ മിണ്ടത്തില്ലയോ? മിണ്ടണം, നിങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ ഇവിടെ കവർന്ന ഭൂമിയിലേക്ക് വഴിയുണ്ട്. 2, ഈ വീട്ടിലേക്ക് വഴിയുണ്ട്. 3, യേശുവിൻ്റെ മുമ്പിൽ ഇടമുണ്ട്. അപ്പോൾ കവർന്ന ഭൂമിയിലേക്ക് വഴിയുണ്ട്, പിന്നെ ഈ വീട്ടിലേക്ക് വഴിയുണ്ട്, യേശുവിൻ്റെ മുമ്പിൽ ഇടമുണ്ട്, സ്ഥലമുണ്ട്. അതുകൊണ്ടല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, പക്ഷപാതക്കാരനെ ചുമന്ന് അവർ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അപ്പോൾ ഇറക്കി വെച്ചെന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? സ്ഥലമുണ്ട്. ചിലർ പ്രസംഗിച്ച് ആവേശം വരുമ്പോൾ പറയും കട്ടിലൂടെ ഇറക്കി വെച്ചെന്ന് പറയും. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ വായിച്ചാൽ ഇംഗ്ലീഷ് ബൈബിളിൽ മാറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. കട്ടിലെന്ന് പറയണമെങ്കിൽ കോട്ട് എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ അവന് ഏത് തുണിയിലാണോ കട്ടിലേക്ക് കിടന്നത് ആ തുണിയോടെ പൊതിഞ്ഞ് പൊക്കി കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ചിലരിങ്ങനെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ 4 കാലുള്ളൊരു കട്ടിൽ പൊക്കി ഈ പെരയുടെ മേൽക്കൂര പൊളിച്ച് താഴോട്ടിറക്കി എന്നൊക്കെ ഞാൻ എൻ്റെ കൊച്ചിലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വ്യാഖ്യാനം ബൈബിൾ പറയുന്നില്ല. നമ്മൾ ഓർത്താൽ ഇവിടെ ഈ മനുഷ്യനെ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, എന്താ വഴിയില്ലാത്തതിൻ്റെ കാരണം? എന്താ വഴിയില്ലാത്തതിൻ്റെ കാരണം? അവിടെ ഒതുങ്ങാൻ മനസ്സില്ലാത്ത പുരുഷാരം നിമിത്തമാണ്. ശരിയല്ലേ? ഇന്നും യേശുവിൻ്റെ മുൻപിൽ സ്ഥലമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇന്നും വരാൻ തടസ്സമായി നിൽക്കുന്നവരാരാന്ന് ചോദിച്ചാൽ, ഒന്ന് മാറിക്കൊടുക്കാൻ, ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ, അല്പമൊന്നും മാറി നിൽക്കാൻ ഈ പുരുഷാരം ശ്രമിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും ഈ മനുഷ്യൻ യേശുവിൻ്റെ മുൻപിൽ മുൻവഴിയിലൂടെ കടന്നു വരുമായിരുന്നു. ശരിയല്ലേ? പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ വീടുള്ള സമയത്ത് 10-15 പേരെ ഇരിക്കത്തുള്ളൂ വീട്ടിനകത്ത്. എന്നാലും ഒരു 30 പേരൊക്കെ പ്രാർത്ഥനയ്ക്ക്. ഞങ്ങളൊക്കെ കൂട്ടായ്മയിൽ കൂടെ വളർന്നവരാ. റോണിയോട് ചോദിച്ചാൽ മതി. ചെറിയ വീടാണേലും ഞങ്ങളുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ കൂട്ടായ്മ കൂടുമ്പോൾ 10-60 പേര് കൂടും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവിടുന്ന് ഏതെങ്കിലും ഒരു ചാക്കോച്ചാൻ കയറി വന്നാൽ ജോസഫ് അച്ചാൻ ഒന്ന് എന്തോ ചെയ്യും? ഒന്ന് ഒതുങ്ങിക്കൊടുക്കും. ഇന്ന് ചാക്കോച്ചായൻ കയറി വന്നാൽ ജോസഫ് അച്ചാൻ വിസ്താരമായിട്ടിരിക്കും. കാരണം എന്താ? ആ പുള്ളിയും കൂടി ഇവിടെ വന്ന് ഇരിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ പോയി, കാലമൊക്കെ പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇന്ന് പലപ്പോഴും ആത്മീയ ഗോളത്തിൽ പറ്റുന്ന ഒരു പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ അറിയാം, അയൽവാസി അറിയില്ല. ആരാധന അറിയാം, ആവശ്യക്കാരനെ അറിയില്ല. പ്രാർത്ഥിക്കാൻ അറിയാം, സഹായിക്കാൻ അറിയത്തില്ല. കവർന്ന ഭൂമി നമുക്ക് നൽകുന്ന 3 സന്ദേശമുണ്ട്. അവരിയ്ക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുവിനെ അറിയാം, എന്നാൽ ഈ പക്ഷപാത രോഗിയെ അറിയില്ല. ഈ ആരാധിക്കാൻ അറിയാം, ഈ രോഗിയുടെ ആവശ്യം അറിയില്ല. ശരിയല്ലേ? അവിടെയാണ് യേശു ഒരു വഴി തുറന്നത്. യേശു തുറക്കുന്ന വഴിക്ക് 2-3 പ്രത്യേകതകളുണ്ട്. വേഗത്തിൽ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. 1, ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നോക്കിയ 20-ാമത്തെ വാക്യം 19-ന്റെ ഒടുവിലത്തെ ഭാഗവും 20-ന്റെ ആദിയും. കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വച്ചു.
അവരുടെ വിശ്വാസം കണ്ടിട്ട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയും, വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയ ദൈവത്തിന്റെ മക്കളെ, എനിക്കും നിങ്ങൾക്കും പണമേ കുറഞ്ഞിട്ടുള്ളൂ, എനിക്കും നിങ്ങൾക്കും സ്വാധീനമേ കുറഞ്ഞിട്ടുള്ളൂ, എനിക്കും നിങ്ങൾക്കും അധികാരമേ കുറഞ്ഞിട്ടുള്ളൂ, എങ്കിലും നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? ചിലപ്പോൾ പണത്തിൽ ഇച്ചിരി കുറവ് കാണും, ചിലപ്പോൾ സ്വാധീനത്തിൽ ഇച്ചിരി കുറവ് കാണും, ചിലപ്പോൾ അധികാരത്തിൽ ഇച്ചിരി കുറവ് കാണും. എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവന് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ആ വാക്കുപയോഗിച്ചതിൻ്റെ കാരണം പറയാം, സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഫ്രണ്ട് വാതിലിനകത്തൂടെ ശരിയല്ലേ അകത്ത് വന്നേനെയും. ഇവൻ അല്പം പ്രാമുണ്യം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും ഇവൻ അകത്ത് വന്നേനെയും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പണമേ കുറഞ്ഞിട്ടുള്ളൂ, സ്വാധീനമേ കുറഞ്ഞിട്ടുള്ളൂ, അധികാരമേ കുറഞ്ഞിട്ടുള്ളൂ, പക്ഷേ വിശ്വാസം കുറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അവിടെയാണ് ഇവനെ കിടക്കയോടെ ഇറക്കി താഴേക്ക് വെക്കുന്നത്. ഒന്നാമത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കട്ടെ. യേശു തുറക്കുന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അത് ആരും കാണാത്ത വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വീട്ടിൽ ഒരുപാട് വഴി ആ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ശാന്തമായി ചിന്തിച്ചു നോക്കി, ഇപ്പോൾ ഈ മനുഷ്യനെ ഇറക്കി വെച്ച വഴി ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. ഉണ്ടോ? ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് ഈ വഴിയിലൂടെ ആരുമൊട്ട് കയറിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എൻ്റെ തമ്പുരാൻ ഒരു വഴി തുറന്നാൽ അതിൻ്റെ പേരാണ് അറിയാത്ത വഴി. പ്രൈസ് ദി ലോർഡ്. വഴി കാണാനിടത്ത് യേശു തുറന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ആരും കാണാത്ത വഴി. അല്പം ഒന്ന് വിശദീകരിക്കാൻ യെശയ്യാ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. നിർത്തിയൊന്ന് വായിക്കണം. മതി. ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും. സ്തോത്രം. ആര് നടത്തും? ദൈവം നടത്തും. തിരുവചനം പറയുകയാണ്, ഞാൻ അവരെ നടത്തും. ആര് നടത്തുമെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ദൈവം നടത്തും. പ്രൈസ് ദി ലോർഡ്. ആരെ നടത്തും? ആരെ നടത്തും? അന്ധന്മാരെ നടത്തും. കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളുണ്ടാവും ഈ വാക്യം വായിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒത്തിരി ശബ്ദത്തിൽ സ്തോത്രം പറയാൻ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എൻ്റെ സാറേ, അതിനിവിടെ കുരുടന്മാരാരും ഇല്ലല്ലോ, ഞങ്ങളൊക്കെ വലിയ പുള്ളികളാണ് അല്ലേ. ഞങ്ങൾ 2026 പല കാര്യങ്ങളും ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാ. യെസ് അല്ലേ. ഇവിടെ തിരുവചനം പറയുന്നു, ദൈവം നടത്തുമെന്ന്. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും നടത്തും. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ആരെയാണ് നടത്തുന്നത്? അന്ധന്മാരെയാണ് നടത്തുന്നത്, കുരുടന്മാരെയാണ് നടത്തുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറാൻ പെട്ടെന്നൊരു കാര്യം പറയാം. പൗലോസ് പറഞ്ഞൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പൗലോസ് പറഞ്ഞു, ഞാൻ കാഴ്ചയാലല്ല
വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അതിൻ്റെ പേരാണ് കുരുടൻ. പൗലോസ് പറഞ്ഞ അങ്ങനെയല്ലേ? പൗലോസ് പറയുകയാണ്, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത നിങ്ങളുടെ സംശയം മാറാൻ, ആരാണ് കുരുടൻ? അറിയാത്ത വഴി ദൈവം തുറക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അന്ധന്മാർക്ക് വേണ്ടിയാണ്. അങ്ങനാണെങ്കിൽ ആരാണ് അന്ധൻ? 19-ാമത്തെ വാക്യം നോക്കിക്കേ, വായിച്ച്. യെശയ്യാവ് 42:19. മതി. സ്വന്തം ബൈബിളാണ്, ഒരു അടിവര ഇട്ടേക്കണം ആ വാക്യത്തിനൊക്കെ. നമ്മൾ സാധാരണ ഈ വാക്യത്തിനൊന്നും വരയ്ക്കത്തില്ല. നമ്മൾ വരച്ചേക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, അതിനൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ദാസന്റെ പേരാണ് കുരുടൻ. അങ്ങനാണെങ്കിൽ ദൈവദാസൻ സമം കുരുടൻ, കുരുടൻ സമം ദൈവദാസൻ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരെന്തുവാ? കുരുടൻ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ വഴിയടഞ്ഞു എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൂടപ്പുറപ്പെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വഴി അടഞ്ഞെന്ന് വിചാരിക്കണ്ട. അറിയാത്ത വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആർക്കാ തുറക്കുന്നത്? കുരുടന്മാർക്ക് വേണ്ടി. ആരാണ് കുരുടൻ? ദൈവത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ ഈ പഴയ കാലത്തൊക്കെ വിവാഹാലോചനയ്ക്ക് പോകും. ഇന്നല്ല, പഴയ കാലം. ഇന്നങ്ങനെ ആലോചനയൊന്നും പോകാറില്ല. ഇവിടെ ഒരു അച്ഛനോട് പറഞ്ഞു, ഞാൻ ഈ പള്ളി സ്ഥലം മാറി വന്നിട്ട് 1 വർഷവും പോലും ആയില്ല സുബി, 7 കല്യാണം നടന്നു, 6 എണ്ണം അടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞു. 7 കല്യാണം നടന്നു, 6 എണ്ണവും അടിച്ചോണ്ട് വന്ന. ഈ ദേശം ഇങ്ങനാണോ എന്നോട് ചോദിച്ചതാണ്. ഞങ്ങളുടെ ദേശമല്ല, വേറൊരു ദേശത്തെക്കുറിച്ച് ചോദിച്ചതാണ്. ഈ പണ്ടങ്ങനല്ല. പണ്ട് ഈ നമ്മുടെ വല്യപ്പച്ചന്മാരാ കല്യാണാലോചനയ്ക്ക് പോകുന്നത്. ഈ ടാറ്റ സുമോ ജീപ്പ് ഫ്രണ്ടിൽ കാരണവരെ കയറ്റിയിരുത്തി ആ അപ്പച്ചൻ്റെ തോളയിൽ ഒരു തോർത്തും ഒക്കെ കാണും. ഇപ്പോൾ എല്ലാവരും കൂടെ അവിടെ ചെന്ന് ഈ വിവാഹാലോചനയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കാരണവർക്കൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കാരണവർ ആ വീട്ടിൽ കയറിയിട്ട് അമ്മിക്കല്ല് മുതൽ അരക്കുകല്ല് വരെ പുള്ളിക്കാരൻ പോയി നോക്കും. അങ്ങനെ വന്നവരൊക്കെ ഇവിടെ കാണും. എല്ലാം കയറി ഇറങ്ങി അപ്പച്ചൻ നോക്കിയിട്ട് വന്നിട്ട് ഈ അപ്പച്ചനാ ഒടുവിൽ പറയുന്നത്, ഈ കല്യാണം വേണോ വേണ്ടായോ? അപ്പോൾ ഇങ്ങനെ കല്യാണാലോചനയൊക്കെ നടന്ന് അപ്പച്ചനെല്ലാം കാണും. എല്ലാം കരക്കല്ലിൻ്റെ പൊക്കം, തുണികല്ലിൻ്റെ പൊക്കം എല്ലാം നോക്കി, വീടിൻ്റെ ചുറ്റുപാടി കരിയാപ്പലയുണ്ടോ, തേങ്ങയുണ്ടോ, തെങ്ങുണ്ടോ എല്ലാം നോക്കി അരിച്ചു പെറുക്കി വന്നിട്ട് അപ്പച്ചൻ കല്യാണത്തിന് സിഗ്നൽ കൊടുക്കും. എന്നാൽ ചിലപ്പോഴെങ്കിലും നിർഭാഗ്യവശാൽ അങ്ങനെ ആലോചിച്ചതാണെങ്കിലും ചിലതൊക്കെ അടിച്ച് പിരിയും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവർ പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണെന്നറിയാവോ? എന്നാലും നോട്ടം അത്ര അങ്ങോട്ട് ആരാ പറഞ്ഞു ശരിയായില്ലെന്ന്. ശരിയാ. അപ്പൊ ഞാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഈ നമ്മൾ ഒത്തിരി നോക്കാൻ പോയതാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പം. ശരിയല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവവചനം എന്താ പറയുന്നത്? ഞാനും നിങ്ങളും അന്ധന്മാരെ പോലെ കണ്ണുമടച്ച് തമ്പുരാനെ വിശ്വസിക്കുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അറിയാത്ത വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മെ അത് ഓർപ്പിക്കുകയാണ്. അങ്ങനാണെങ്കിൽ കണ്ണടയ്ക്കുന്നതിന് എന്താ പ്രയാസം? ഒറ്റ കാര്യമുള്ളൂ. കണ്ണടയ്ക്കാൻ പറഞ്ഞവൻ ആരാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് കണ്ണടയ്ക്കാൻ പ്രയാസം. 107-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 107-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം വളരെ മനോഹരമായ ഒരു വാക്യമാണ്. 107-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന്
അവൻ അവരെ ചൊവ്വേ ഉള്ള വഴിയിലൂടെ നടത്തി. ഇന്ന് രാത്രിയിൽ ഓർക്കണം, അവൻ കണ്ണുമടച്ച് കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരു വഴി തുറന്നാൽ ആ വഴി നേരെ ചൊവ്വേ ഉള്ള വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. നീ എത്തേണ്ടിടത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം എത്തിക്കും. അല്ലേ? കവർന്ന ഭൂമിയിൽ വഴി കാണാനിട്ട് യേശു തുറന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ആരും കാണാത്ത വഴി. ആ വഴി എങ്ങനെ തുറക്കുന്നു എന്ന് യെശയ്യാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ആ വഴിക്കകത്ത് 2-3 പ്രത്യേകതയുണ്ട്. 42-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ 2 കാര്യം എഴുതിയിട്ടുണ്ട്. ആ വാക്യം തീർത്തൊന്ന് വായിക്കണം. യെശയ്യാവ് 42:16. ഞാൻ അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചമാക്കും, ദുർഘടങ്ങളെ സമഭൂമിയാക്കും. മതി. ദൈവവചനം പറയുകയാണ്, ദൈവം അറിയാത്തൊരു വഴി തുറന്നാൽ ആ വഴിയുടെ 2 പ്രത്യേകത. 1, ദുർഘടങ്ങൾ സമഭൂമിയാകും. 2, ഇരുട്ട് വെളിച്ചമാകും. ഞാൻ പറയുന്നൊരു ഉദാഹരണമുണ്ട്, അല്പം വലുതുമെങ്കിലും. ഈ നമ്മുടെ വീഗാലാൻഡിലൊക്കെ പോയാൽ കാണുന്ന ഒരു സാധനമുണ്ട്, ഈ ആകാശഊഞ്ഞാൽ എന്ന് പറയുന്നൊരു സാധനം. ഇങ്ങനെ വട്ടത്തിൽ കിടക്കും. അപ്പോൾ 1000 രൂപ ടിക്കറ്റ് എടുത്ത് പോകുന്നവർക്ക് എല്ലാത്തിലും ഒന്നും കയറാനൊക്കത്തില്ല. അവരവരുടെ ശരീരഘടന അനുസരിച്ചാണ് കയറുന്നത്. എന്നാൽ ഭൂരിപക്ഷം ആളുകളും കയറുന്ന ഒരു സാധനമാണ് ആകാശഊഞ്ഞാൽ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അതിങ്ങ് താഴെ വരും. ആ ബക്കറ്റ് ഇങ്ങനെ താഴെ വരുമ്പോൾ കാല് പൊക്കി അതിനകത്ത് കയറിയിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അച്ചായനും അമ്മാമ അതിനകത്ത് കയറിയിരുന്ന് ഇച്ചിരി കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റാഫ് വന്നിട്ട് ഒരു പെടലിട്ട് അത് ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു സൈറൻ മുഴങ്ങി ഇതിങ്ങനെ പതുക്കെ അങ്ങോട്ട് കറങ്ങി സ്പീഡ് കൂടാൻ തുടങ്ങും. ഇങ്ങനെ സ്പീഡ് അങ്ങോട്ട് കൂടി വരുമ്പോൾ ഇതിനകത്തിരിക്കുന്നവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു ഡയലോഗുണ്ട്. എന്തോന്നറിയാവോ? എന്താ പറയുന്നത്? കണ്ണടച്ചോ. അങ്ങനെ പറയുന്നത്. ഇന്ന് പോയി നോക്കിയാൽ മതി. ബിരിയാണി കൊണ്ടുപോകാന്ന് പറയത്തില്ല. അവരിതിൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂടുമ്പോൾ എന്തോ പറയുന്നത്? കണ്ണടച്ചോ. സത്യമാ, നിങ്ങൾ പോയി ശ്രദ്ധിച്ചാൽ മതി. അതിനകത്തിരിക്കുന്ന എല്ലാവരും ഇതങ്ങോട്ട് കറങ്ങി സ്പീഡ് കൂടുമ്പോൾ പറയുന്ന വാക്കാണ് കണ്ണടച്ചോ. എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങ് മോളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഓഫ് ചെയ്യും. അച്ചാനും അമ്മാമയും കണ്ണു തുറക്കും. അമ്മാമയും അച്ചാൻ നോക്കിയിട്ട് പറയും, നീ ചത്തില്ല. അമ്മാമ പറയും, ഇയാളും ചത്തില്ല. 2 പേരും ചത്തില്ല. സ്വോത്രം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത് സ്പീഡ് കൂടി താഴോട്ട്. അന്നേരവും ഇവർ പറയുന്ന വാക്കെന്താ? കണ്ണടച്ചോ. നിസാരം ഒരാകാശ ഊഞ്ഞാലിൻ്റെ സ്പീഡ് കൂടുമ്പോൾ മനുഷ്യൻ മാനുഷികമായി കണ്ണടച്ചോ എന്നാണ് പറയുന്നതെങ്കിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ തമ്പുരാൻ നമ്മോട് പറയുന്നു, കണ്ണടച്ച് അന്ധന്മാരെ പോലെ വിശ്വസിച്ചു. ദൈവം അറിയാത്ത വഴി നമുക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ 30 വർഷമായി കർത്താവിൻ്റെ വേലയിലായിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി ഞാൻ ഈ രാജ്യത്ത് വരുന്നത് എൻ്റെ 23-ാമത്തെ വയസ്സിലാണ്. ദുബായ് പള്ളിയുടെ കൺവെൻഷന് വേണ്ടി പ്രിയപ്പെട്ട തോമസ് ജോർജ് അച്ഛനും MB സോളമൻ അച്ഛനും അവിടുത്തെ വികാരിമാരായിട്ടിരിക്കുമ്പോൾ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയാണ്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, മര്യാദയ്ക്ക് പോയി വിദേശത്ത് ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കണം, ഉപദേശപ്പണി ഇവിടെ നടക്കത്തില്ല. അപ്പോൾ ഞാനും എൻ്റെ പിതാവും കൂടെ മദ്യപാനിയായ, അന്ന് മദ്യപിക്കുന്ന എൻ്റെ പിതാവ് ഇന്ന് മദ്യപാനിയല്ല,
അദ്ദേഹവും ഞാനും കൂടെ ആ വിഷയത്തിൽ വളരെ സംഘർഷഭരിതമായ അനുഭവമായി. വാക്കുകളിൽ എൻ്റെ പിതാവ് 1994 ഡിസംബർ മാസം 4-ാം തീയതി വൈകിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ സാധ്യമല്ല. എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ദീർഘമായ 13 വർഷം ഞാൻ തിരുവല്ലയിൽ വാടകയ്ക്ക് താമസിച്ചു. ഞാനൊരു ചരിത്രം, ഒരു സംഭവം നിങ്ങളോട് പറയാം. ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങി, പല വീടുകളിൽ താമസിച്ചു. ഏറ്റവും ഒടുവിൽ ഞാൻ തിരുവല്ല ആമല്ലൂർ, മഞ്ഞാടി ആമല്ലൂർ മാർത്തോമ പള്ളിയുടെ താഴെ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയം, അപ്പോൾ ഞാൻ വിവാഹിതനായി. എൻ്റെ ഭാര്യ മൂത്ത പൈതലിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ ആ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്. അപ്പോൾ അമ്മച്ചി ഞാനുമായിട്ടുള്ള എഗ്രിമെൻ്റ്, അകത്തൊരു ബാത്റൂമേ ഉള്ളൂ. ആമല്ലൂരുകാരെങ്കിലും ഉണ്ടോ? നെല്ലിമുട്ടിൽ വീട്, ആമല്ലൂർ സഖിയോൻ പള്ളിയുടെ നേരെ താഴെയുള്ള വീടാണ്. അപ്പോൾ ഈ അമ്മച്ചിയും ഞാനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ അകത്തെ ബാത്റൂം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല. ഞാനില്ലാത്ത രാത്രികളിൽ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അതൊരു പ്രയാസമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങോട്ടാണ് മാറുന്നത്. വളരെ ഭാരപ്പെട്ടു, ഞെരുങ്ങി, വളരെ സങ്കടകരമായ ദിവസങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തിരുവല്ല മാർത്തോമ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു വീട് കിട്ടി. ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ ചെന്ന് താമസിക്കാൻ തുടങ്ങി. ഏകദേശം 3 ആഴ്ച കഴിഞ്ഞ് കാണും, 1 മാസം തികഞ്ഞില്ല. അന്ന് ലാൻഡ് ഫോണുള്ള സമയമാണ്. അവിടുത്തെ ഫോൺ ബെല്ലടിക്കുന്നു. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉപദേശിയാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് വിളിക്കുന്നത്, നിങ്ങൾ 1 മാസത്തേക്കൊന്ന് മാറിത്തരണം എന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ല എവിടുന്ന് ബലം കിട്ടിയെന്ന്. ഞാൻ പുള്ളിയോട് പറഞ്ഞു മാറത്തില്ല. ഫോൺ കട്ട് ചെയ്തു. അദ്ദേഹം ഫോണങ്ങ് വെച്ചു. ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാറണ്ട, ആ വീടിൻ്റെ തെക്കേ വശത്തെ കിഴക്കേ മുറി ഒഴിച്ചിട്ടേക്കണം, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആ വീട്ടിൽ താമസിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, നിങ്ങളുടെ വീടല്ലേ. അപ്പോൾ ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്, ഞങ്ങൾക്ക് ഈ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പ്രയാസമാണ്. അദ്ദേഹം വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചു. അദ്ദേഹം വന്നത് മാർത്തോമ പ്രതിനിധി മണ്ഡലത്തിൽ സംബന്ധിക്കാൻ വേണ്ടി. അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ പള്ളിയിൽ നിന്ന് അദ്ദേഹം മണ്ഡലാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, മണ്ഡല യോഗത്തിൽ വരുമ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് അതിന് പോകണം. അങ്ങനെ വന്ന് താമസിച്ച് 21 ദിവസം അദ്ദേഹവും ഭാര്യയും കൂടെ ഞങ്ങളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ പോകാൻ നേരം എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളിൽ ചുംബിച്ച് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 2 ആൺമക്കളാണ്, ഉപദേശി എൻ്റെ 3ാമത്തെ മോനാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഒരപ്പൻ ഇറക്കി വിടുമ്പോൾ മറ്റൊരപ്പൻ പറയുന്നു, നീ എൻ്റെ മൂന്നാമത്തെ അതിൻ്റെ പേരാണ് അറിയാത്ത വഴി. പ്രൈസ് ദി ലോർഡ്. ഈ പിതാവ് എൻ്റെ കവിളിൽ ചുംബിച്ച് എന്നെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് എന്നോട് പറയുകയാണ്, ഉപദേശി എനിക്ക് 2 ആൺമക്കളുണ്ട്, ഉപദേശി എൻ്റെ 3ാമത്തെ മകനാണ്. ഞാൻ ആ വീട്ടിൽ 9 വർഷം താമസിച്ചു. 9 വർഷവും അദ്ദേഹവും ഭാര്യയും നാട്ടിൽ വരും. അപ്പോൾ അവിടെയുള്ളവർ ചോദിക്കും, നിങ്ങൾ എന്തിനാ നാട്ടിൽ പോകണം, അവിടെ ആരുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയും, എനിക്കൊരു മകൻ നാട്ടിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കണ്ണുമടച്ച് കർത്താവിനെ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നിന്റെ മുമ്പിൽ അറിയാത്ത വഴി തുറക്കും. ആ വഴിയുടെ പ്രത്യേകത, ദുർഘടങ്ങൾ സമഭൂമിയാകും, ഇരുട്ട് എന്താകും? വെളിച്ചമാകും. ഈ രാജ്യത്ത് വന്നിട്ട് ചില വഴിയൊക്കെ ഇന്നും അടഞ്ഞു എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വഴി അടഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അറിയാത്ത വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇങ്ങനൊരു വാക്കൂടെ കൂട്ടിച്ചേർത്ത ഭാഗം വരട്ടെ. നമ്മൾ സ്വപ്നം കണ്ട വഴിയെ പോയില്ലെന്നിരിക്കും,
എന്നാൽ നമ്മൾ സ്വപ്നം കാണാത്ത വഴിയിലൂടെയാണ് ദൈവം നടത്തുന്നത്. അതിൻ്റെ പേരാണ് അറിയാത്ത വഴി. ഒരു സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച്, ശാരീരിക രോഗത്തെക്കുറിച്ച് 2025 മുതൽ ആഗ്രഹിച്ച ചില വിഷയത്തിനകത്ത് വഴി കാണാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, സഹോദര, വഴി അടഞ്ഞിട്ടില്ല. അറിയാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. 2, ദൈവം തുറക്കുന്ന വഴിയുടെ രണ്ടാമത്തെ പ്രത്യേകത. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി വായിച്ചു. ഞാൻ വാക്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 2, അടച്ചവരുടെ മുമ്പിൽ തന്നെ തുറക്കുന്ന വഴി. ഞാൻ ചിന്തിച്ചു, ഈ ഓടിളക്കുമ്പോഴെങ്കിലും അവിടെ ഇരിക്കുന്നവർക്ക് പറയായിരുന്നു, എന്താ പറയായിരുന്നു? എന്താ പറയാ? നമ്മുടെ വീട്ടിൽ യോഗം നടക്കുക, ഫ്രണ്ട് വാതിൽ സ്ഥലമില്ല. അപ്പോൾ ആ വീട്ടിൽ വന്നവൻ ഓട് പൊളിക്കുവാണെങ്കിൽ നിശ്ചയമായിട്ടും വിവരമുള്ളവൻ എന്തോ പറയും, ഓടൊന്നും പൊളിക്കണ്ട, ഇനി വാ, ഞങ്ങൾ മാറിത്തരാം, അല്ലേ? അപ്പോൾ ഈ ഓട് പൊളിക്കുമ്പോൾ അവരാരും അങ്ങനെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് അങ്ങനെ എഴുതിയത്. അടച്ചവരുടെ മുൻപിൽ തന്നെ തുറക്കുന്ന ഒരു വഴിയുണ്ട്. സ്തോത്രം. ഇന്ന് വഴി അടയ്ക്കുന്നവരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. നെഗറ്റീവ് പറഞ്ഞ് അടയ്ക്കും, പിന്നെ കുറ്റം പറഞ്ഞ് അടയ്ക്കും, ചിലപ്പം മുമ്പിൽ നിന്നും എന്താ ചെയ്യും, അടയ്ക്കും. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചു, ആരാണോ നിനക്ക് വഴി അടച്ചത്, അടച്ചവൻ്റെ മുമ്പിൽ തന്നെ തുറക്കുന്നൊരു വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ കൊണ്ടുവന്നാക്കി. എന്നാൽ നിങ്ങളുടെ വഴിയുടെ നടുവിൽ ആരെങ്കിലും വഴി അടച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി അവരുടെ മുമ്പിൽ തുറക്കുന്ന ദൈവമുണ്ട്. നല്ല ഉദാഹരണം, വേഗത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ഭാഗം. നമ്മൾ 14-ാം അധ്യായം വായിക്കുമ്പോൾ 5ഉം 6ഉം വാക്യം ഒന്ന് വായിക്കണം. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഒരാട്ടിൻകുട്ടിയെ പോലെ അവൻ അതിനെ കീറിക്കളഞ്ഞു. മതി മതി. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ചിലപ്പോഴെങ്കിലും ആ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത കുടുംബത്തിൽ ദൈവിക ആലോചനയാൽ ജനിച്ച ശിംശോൻ ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ പ്രസംഗ വിഷയം വഴി എന്നുള്ളതാണ്. അവർ യാത്ര പോകുന്നത് വെറുതെ അല്ല. 13-ാം അധ്യായം വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം. ദൈവത്തോട് ആലോചന ചോദിച്ചാ പോകുന്നത്. ദൈവാത്മാ അവരെ ഉദ്യമിപ്പിച്ചു. അങ്ങനെ ശിംശോനും മാതാപിതാക്കളും ദൈവത്തോട് ആലോചന ചോദിച്ച് മുൻപോട്ട് പോകുന്ന വഴിയിൽ വഴി അടഞ്ഞു. എങ്ങനെ അടഞ്ഞ് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? യെസ്, ബാലസിംഹം ഇറങ്ങി വന്നു. ഇന്നും അങ്ങനെ. ആമേൻ. ശത്രു ചില നന്മയുടെ വഴിയൊക്കെ തടയും. നിങ്ങൾ ഈ വാക്ക്
ഈ പ്രസംഗം, ഈ വിഷയം വിശ്വാസത്താൽ ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ബാലസിംഹം ഇറങ്ങി വന്നു, വഴിയടഞ്ഞു. എന്നാൽ ബാലസിംഹം വഴിയടയ്ക്കാൻ ഇറങ്ങി വന്നപ്പോൾ വഴി തുറക്കാൻ എന്തിറങ്ങി വന്നു? ദൈവാത്മാവ് ഇറങ്ങി വന്നു. അങ്ങനല്ലേ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ, എനിക്ക് വലിയ ഇഷ്ടമാണ് ഭാഗം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്റെ കുടുംബത്തിന് വഴിയടയ്ക്കാൻ ശത്രു ഇറങ്ങി വന്നാൽ നീ വിഷമിക്കണ്ട. സിംഹത്തെക്കാൾ സ്പീഡിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. റോണിക്ക് അറിയാം, എൻ്റെ ഒരു സ്നേഹിതൻ സുവിശേഷൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മസ്കറ്റിലേക്ക് പോവുകയാണ്. എൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മസ്കറ്റിലായിരുന്നുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ കൂടുതൽ ദിവസം എൻ്റെ കൂടെ താമസിക്കുന്നത്. 19, 15, 20 ദിവസമൊക്കെ താമസിക്കും. ആ പ്രാവശ്യം ഏകദേശം 3 ആഴ്ച എൻ്റെ കൂടെ താമസിച്ചിട്ട് ഇദ്ദേഹം തിരികെ പോകുമ്പോൾ എൻ്റെ വാഹനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്ന് ഇദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു 10-70 വയസ്സുള്ള ഒരു അമ്മാമ്മയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അടുക്കള വേലയ്ക്കല്ല കേട്ടോ. ആ അമ്മാമ്മ ഒരു സുവിശേഷകയാണ്, സാറാമാമ. അപ്പം വീടുകൾ കയറി ട്രാക്റ്റ് കൊടുത്ത് സുവിശേഷം പറയുന്ന ഒരമ്മച്ചിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ആഗ്രഹം, ഈ അമ്മച്ചി പ്ലെയിനെ കയറിയിട്ടില്ല, വർഷങ്ങളായിട്ട് സുവിശേഷം പോലെ ചെയ്യുക, ഈ അമ്മച്ചിയെ പ്ലെയിനെ കയറ്റണം. അപ്പോൾ ഈ സുവിശേഷകൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പാസ്പോർട്ട് എടുക്ക്, ഞാൻ അമ്മച്ചിയെ മസ്കറ്റിൽ കൊണ്ടുപോകാം, പ്ലെയിനെ കയറ്റാം. അപ്പോൾ അദ്ദേഹത്തിലൂടെ അന്ന് ഈ അമ്മാമ്മയും സാറാമാമയും പോകുന്നുണ്ട്. അപ്പോൾ സാറാമാമയുടെ ആങ്ങളയുടെ മോൻ അമ്മാമ്മയെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ട് വിടും, ഇദ്ദേഹത്തെ ഞാൻ വിടും. അങ്ങനെ പോവുകയാണ്. എൻ്റെ വാഹനത്തിൽ വന്നു, കായംകുളം നാഷണൽ ഹൈവേയിൽ കയറി. ഓച്ചിറയെത്താറായപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നു. ഞാൻ ആക്സിലേറ്ററും ഞാൻ ചവിട്ടുന്നു, ഗിയർ മാറ്റി മാറ്റി നോക്കുന്നു, സ്പീഡ് കുറയുകയാണ്. ഞാൻ ദേവദാസനോട് പറഞ്ഞു, പ്രാർത്ഥിക്ക്, എന്തോ കുഴപ്പമുണ്ട് വണ്ടിക്ക്. ഞങ്ങൾ രണ്ടും കൈയോട് കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പിന്നെയും മുൻപോട്ട് പോയി. കരുനാപ്പള്ളി ആയപ്പോൾ വീണ്ടും സ്പീഡ് കുറഞ്ഞു. കന്നേറ്റി പാലം കഴിഞ്ഞ് അവിടെയുള്ള പെട്രോൾ പമ്പിൽ ഞാൻ വാഹനം ഒതുക്കി. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ താമസിച്ചു. വണ്ടി നിർത്തി, ഞങ്ങളെല്ലാം നോക്കി, പിന്നെയും പോയി. വണ്ടി നിർത്തിയിട്ട് ഞാൻ എൻ്റെ വേറൊരു സ്നേഹിതനെ വിളിച്ചു. അപ്പോൾ അർദ്ധരാത്രി സമയമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അരമണിക്കൂർ വേണം, എഴുന്നേറ്റൊന്ന് ഫ്രഷായി വണ്ടി എടുത്തുകൊണ്ട് വരാം. അദ്ദേഹം വണ്ടി എടുത്തുകൊണ്ട് വന്നു. എൻ്റെ വാഹനത്തിൽ നിന്ന് ഈ ദൈവദാസന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ആ കാറിൽ വെക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിസയും ടിക്കറ്റും എല്ലാം എടുത്തോ എന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞു. അദ്ദേഹം വണ്ടിയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അത് കാണുന്നില്ലെന്ന് പറഞ്ഞു. ആ ബാഗ് കാണുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചു. ഞാൻ സുജയോട് പറഞ്ഞു, അദ്ദേഹം കിടന്ന മുറി കൊണ്ട് നോക്കി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ആ കട്ടിലൊരു ബാഗ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് വീണ്ടും കറ്റാണത്ത് വന്ന് പള്ളിക്കൽ വന്നു. ഈ സാധനം എടുത്ത് അടൂര് വഴി കൊട്ടാരക്കര വഴി എയർപോർട്ടിൽ ചെന്നു. ഫ്ലൈറ്റ് പോകാൻ ഏകദേശം 45 മിനിറ്റ് ഉള്ളപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് കയറ്റിവിട്ടു. ഇദ്ദേഹം എൻ്റെ കാറിൽ നിന്നിറങ്ങി മറ്റേ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ വാഹനം 150 മൈൽ സ്പീഡിൽ ഓടാൻ തുടങ്ങി. വണ്ടിക്കൊരു കേടുമില്ല. എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? പാസ്പോർട്ടും ടിക്കറ്റും ഈ വണ്ടിയിലില്ലെന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ശിംശോനോട് പറയുകയാണ്, അവൻ ബാലസിംഹം ശിംശോന്റെ വഴിയടയ്ക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വന്നു. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സിംഹത്തിനാണോ സ്പീഡ്, ശത്രുവിനാണോ സ്പീഡ്, ദൈവാത്മാവിനാണോ സ്പീഡ്? പ്രൈസ് ദി ലോർഡ്. ശിംശോൻ അതിനെ കീറി.
ഒരാടിനെ കീറുന്നത് പോലെ തന്റെ വഴിയടച്ച ബാലസിംഹത്തെ ശിംശോൻ രണ്ടായി കീറി. അടുത്ത വാക്ക്, ഇവൻ ഇത് ആരോടും എന്താ പറയാഞ്ഞ്? ഞാൻ എഴുതി വെച്ചു അവൻ പറയാഞ്ഞതിൻ്റെ കാരണം. ശിംശോൻ മനസ്സിൽ പറഞ്ഞു കാണും, അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്തതാരാ? പ്രൈസ് ദി ലോർഡ്. വഴി തുറക്കേണ്ടത് ആരാന്നറിയാവോ? നമ്മളല്ല, സ്വർഗത്തിലെ ദൈവം. വഴി അടച്ചവരുടെ മുൻപിൽ ആമീൻ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ശിംശോന്റെ ജീവിതം നമ്മോട് പറയുന്നു, വഴിയടച്ച ബാലസിംഹത്തെ ദൈവത്തിന്റെ ആത്മാവിറങ്ങി കീറി വഴി തുറന്നു. മറ്റൊരു ഉദാഹരണം, ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ഈ ദാര്യാവേശ് രാജാവിനെ കൊണ്ട് ഒരു കൽപ്പന എഴുതിച്ചു. എന്താ കൽപ്പന? 30 ദിവസം രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുത്. അപ്പോൾ ഇങ്ങനെ രേഖ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു 14-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാതിരിക്കുവാൻ ദാര്യാവേശ് രാജാവ് സൂര്യൻ അസ്തമിക്കുവോളം എന്തോ ചെയ്തു? പ്രയത്നം ചെയ്തു. രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാതിരിക്കാൻ സൂര്യൻ അസ്തമിക്കുന്നത് വരെ വഴി അന്വേഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ രാജാവ് കാണാത്തൊരു വഴി ആര് തുറന്നു? ദൈവം തുറന്നു. പ്രൈസ് ദി ലോർഡ്. രാജാവ് കാണാത്ത വഴി. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി ഉന്നതന്മാർ ശ്രമിച്ചിട്ട് തുറക്കാത്ത വഴി, രാജാക്കന്മാർ ശ്രമിച്ചിട്ട് തുറക്കാത്ത വഴി, സ്വാധീനമുള്ളവർ ശ്രമിച്ചിട്ട് തുറക്കാത്ത വഴി, ശ്രേഷ്ഠന്മാർ ശ്രമിച്ചിട്ട് തുറക്കാത്ത വഴി തുറക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവ് പ്രയത്നം ചെയ്തിട്ട് തുറക്കാത്ത വഴി ദാനിയേലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറന്നു. എങ്ങനെയാ തുറന്നേ? 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നു, ദാനിയേലിനെ എടുത്ത് എവിടെ ഇട്ടു? സിംഹക്കുഴിയിലിട്ടു. സിംഹക്കുഴിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഈ സിംഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ എല്ലാ മൃഗത്തിനും മനുഷ്യനില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഏത് ഭക്ഷണം കൊടുത്താലും മണപ്പിച്ചിട്ട്, അങ്ങനല്ലേ? ഈ മനുഷ്യനില്ലാത്തൊരു ഗുണം അത്. മൃഗത്തിന് മട്ടൻ ബിരിയാണി കൊടുത്താലും എന്തോ ചെയ്യും? മണപ്പിക്കും. നമുക്ക് ഈ ടേസ്റ്റ് വ്യത്യാസം വന്നാലേ നമ്മൾ മണപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളങ്ങ് ചെന്നിരിക്കുമ്പോഴേ അങ്ങ് കഴിക്കും. തൊണ്ടയ്ക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു അരുചി തോന്നിയാൽ ഉടനെ എടുത്തൊന്ന് മണപ്പിക്കും. മൃഗം തിരിച്ച എന്ത് ഭക്ഷണം കൊടുത്താലും മൃഗം എന്തോ ചെയ്യും? മണപ്പിക്കും. എൻ്റെ ചിന്ത, ദാനിയേലിനെ അങ്ങോട്ട് ഇട്ടപ്പോൾ സിംഹത്തിന് തൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. സിംഹം ദാനിയേലിനെ മണപ്പിച്ചു. ദാനിയേലിനെ മണപ്പിച്ചപ്പോൾ സിംഹത്തിന് കിട്ടിയ മണം എന്താണെന്നറിയാവോ? പാൽക്കായത്തിൻ്റെയും പരിപ്പിൻ്റെയുമാണ്. മീറ്റിംഗ് കഴിയുമ്പോൾ ആരും വന്ന് ചോദിക്കല്ലേ, ഉപദേശി ആ വാക്യം ഒന്ന് കാണിച്ചത്. ഈ പാൽക്കായവും പരിപ്പും ഞാൻ പറയാം. രാജാവിൻ്റെ ഭോജനവും പാനീയവും കൊടുത്തപ്പോൾ ദാനിയേൽ പറഞ്ഞൊരു വാക്കുണ്ട്. എന്തു പറഞ്ഞു? രാജാവേ, ശാകപദാർത്ഥം തന്നു നോക്ക്, നിന്റെ ഭോജനം ഞങ്ങൾക്ക് വേണ്ട. ശാകപദാർത്ഥത്തിനകത്ത് എഴുതി ചേർത്തു പാൽക്കായവും പരിപ്പും. മനസ്സിലായോ? ദൈവം ഒരു വഴി തുറക്കുകയാണ്.
ദാര്യാവേശ് നോക്കിയിട്ട് തുറക്കാൻ ഒക്കാത്ത വിധത്തിൽ ദൈവം ദാനിയേലിനെ വിടുവിക്കാൻ ഒരു വഴി തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പറ, അറിയാത്ത വഴി. അതെങ്ങനെ തുറക്കുന്നു എന്ന് ഞാൻ വിശദീകരിച്ചു. രണ്ടാമത് പറയാൻ ശ്രമിച്ചത്, ആരടച്ചോ അടച്ചവരുടെ മുമ്പിൽ തന്നെ, ദാനിയേലിന് മുമ്പിൽ വഴി അടച്ചത് ആരാ? ആ നാട്ടുകാർ തന്നെ രാജാവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് രേഖ എഴുതി. അടച്ചവന്റെ മുമ്പിൽ തന്നെ തുറന്നു. ശിംശോന്റെ മുമ്പിൽ ആരടച്ചോ ആ ശത്രുവിനെ കീറി അവിടെ തുറന്ന വഴി. മൂന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത വഴി. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഓട് പൊളിച്ചപ്പോൾ എന്തിനാടോ ഓട് പൊളിക്കുന്നതെന്ന് ഒരാൾ പോലും ചോദിച്ചോ? അങ്ങനെയാണ് തമ്പുരാൻ തുറക്കുന്ന വഴിയുടെ മൂന്നാമത്തെ പ്രത്യേകത, അതാർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്കൊരു പെട്ടെന്ന് ഉദാഹരണത്തോടെ മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത്, വായിക്കേണ്ട സമയം എനിക്ക് അനുവദിച്ച സമയം മുൻപോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, ബെത്സേദ കൊലക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. 38 വർഷമായി. 38 വയസ്സല്ല അവൻ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. അവനടുക്കലെ കേസ് വരികയാണ്. യെരുശലേമിൽ ബെത്സേദ കൊലക്കരയുടെ അടുക്കലെ കേസ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? എന്താ ഉത്തരം? ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. 38 ഇവൻ കാണുന്നത് എന്താണ്? ദൂതന്മാരും സമയാസമയത്ത് അതാത് സമയത്ത് ദൂതന്മാരും, ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അവനെ കുളത്തിലിറക്കുവാൻ ഒരു മനുഷ്യനുമില്ലാതിരിക്കുമ്പോൾ കുളത്തിലിറക്കാതെ യേശു അവനെ സൗഖ്യമാക്കി. ഇങ്ങനെ എഴുതി വെച്ചു. അവിടുത്തെ നിയമം മാറ്റി എഴുതി യേശു അവനെ സൗഖ്യമാക്കി. ആർക്കും ചോദ്യം ചെയ്യാൻ അനുവാദമില്ല. ഞാനിങ്ങനെ പറയും, ദൈവം വഴി തുറക്കുന്നത് പലർക്കും പല വിധത്തിലായിരിക്കും. ചിലർക്ക് നമ്മൾ അസൂയപ്പെടത്തക്ക രീതിയിൽ ചിലപ്പം ദൈവം പറഞ്ഞു തുറക്കും, അല്ലേ? ചിലർക്ക് അല്പം വ്യത്യാസമായി തുറക്കും. ദൈവം വഴി തുറക്കുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. എന്നാൽ വ്യത്യസ്തമായ നിലയിൽ തമ്പുരാൻ ഒരു വഴി തുറന്നാൽ പോലും അത് ചോദ്യം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. കവർന്ന ഭൂവിലെ യേശു തുറന്ന വഴിക്ക് ഇങ്ങനെയും ചില പ്രത്യേകതയുണ്ട്, അല്ലേ? ആരും അറിയാത്ത വഴി. 2, അടച്ചവന്റെ മുമ്പിൽ തുറക്കുന്ന വഴി. 3, ചോദ്യം ചെയ്യപ്പെടാത്ത വഴി. ഏറ്റവും ഒടുവിൽ അവസാനിപ്പിക്കട്ടെ, നീ നിൽക്കുന്നിടത്ത് തന്നെ തുറക്കുന്ന വഴി. അവിടെ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവരാരും തീരുമാനിച്ചില്ല. യേശുവിൻ്റെ അടുത്ത യോഗസ്ഥലം നമുക്ക് കണ്ടുപിടിക്കാമെന്ന് തീരുമാനിച്ചു. വേറെ സ്ഥലത്തോട്ട് പോകാൻ തീരുമാനിച്ചില്ല. ഞാൻ ഇന്ന് രാത്രി ഫിജറായിലിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങളെ ഈ ദേശത്ത് തമ്പുരാൻ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ തന്നെ വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ നിങ്ങളെ കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു, ഈ ദേശത്ത് തന്നെ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്.
ആമേൻ. മോശ ഫറവോന്റെ സൈന്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വഴി അടഞ്ഞു. മുൻപിൽ ചെങ്കടൽ, പിറകിൽ ഫറവോനും സൈന്യവും. അവിടെ തന്നെ ദൈവം വഴി തുറന്നു. കർത്താവിൻ്റെ ദാസൻ പുഞ്ചമണ്ണിൽ മാമൻ ഉദ്ദേശി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അനുഗ്രഹിതനായ ഒരു ദൈവഭൃത്യന് വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ബോണി എന്നോട് പറഞ്ഞ സമയം കറക്റ്റ് നോക്കിക്കോണം, അല്ലെങ്കിൽ രാവിലെ ജോലിക്കൊക്കെ പോകേണ്ടവർ. അപ്പോൾ അന്നത്തെ ഉപദേശമാരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് മാമൻ ഉദ്ദേശി. അന്നത്തെ ഉപദേശമാരെ ഒറ്റമുണ്ടും ജുബയും ഒക്കെ ധരിക്കുമ്പോൾ മാമൻ ഉദ്ദേശി സൂട്ടും കോട്ടും ധരിക്കുന്ന ഒരു പ്രത്യേക വസ്ത്രധാരണമാണ് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ വസ്ത്രമില്ല, വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകാം, നാട്ടിലില്ല. ഇന്നും കല്യാണം കഴിക്കുന്ന ചെറുക്കനൊക്കെ ഇട്ടുകൊണ്ട് വരും, പിന്നെ ഇപ്പോൾ കോമൺ ആയി വരുന്നുണ്ട്. അപ്പോൾ സൂട്ടും കോട്ടും ഒക്കെ ധരിച്ച് ടൈയൊക്കെ കെട്ടി ഉപദേശി തിരുവനന്തപുരത്തൊരു യോഗത്തിന് പോകാൻ വണ്ടി നിൽക്കുക, ബസ് നോക്കി നിൽക്കുക. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, സാറേ എവിടെ പോകാനാ ഇവിടെ നിൽക്കുന്നേ? ഉടനെ മാമനുദ്ദേശി പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തോട്ടുള്ള ബസ് നോക്കി നിൽക്കുക. തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് കേട്ടപ്പോൾ വീണ്ടും ആവേശമായി. ഇപ്പോൾ ചോദിച്ചു, സാറിന് എന്തുവാ ജോലി? എന്താ ജോലി? ഉടനെ മാമനുദ്ദേശി പറഞ്ഞു, ഞാൻ കൊട്ടാരം വക സർവാധികാരിയാണ്. ഞാൻ ആരാ? കൊട്ടാരം വക സർവാധികാരിയാ കേട്ടോ. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇരുപേരൂർ സെൻട്രൽ കൺവെൻഷൻ കുമ്പനാട് ശാലയം പള്ളിയിൽ നടന്നപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ പ്രസംഗം. അപ്പോൾ നമ്മുടെ വിദേശിയുടെ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ ഡാനിയൽ മാമൻ അച്ഛൻ. അച്ഛൻ ഇന്ന് കുമ്പനാട് വലിയ പള്ളിയുടെ വികാരിയാണ്. അച്ഛനും ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു, എപ്പോഴോ പറഞ്ഞു. അപ്പോൾ ഉപദേശി പറയുകയാണ്, ഞാൻ കൊട്ടാരം വക സർവാധികാരിയാണ്. ഉപദേശി സർവാധികാരിയും കണ്ടിട്ടില്ല, കൊട്ടാരവും കണ്ടിട്ടില്ല. പക്ഷെ പറഞ്ഞതിങ്ങനെ. ഉടനെ ഈ ചെറുപ്പക്കാരന് വലിയ സന്തോഷമായി. കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, സാറേ എന്തോ ഉണ്ട് ശമ്പളം? എന്തോ ഉണ്ട് ശമ്പളം? ഉടനെ മാമനുദ്ദേശി പറഞ്ഞു, കൊട്ടാരം വക ചെല്ലത്തിന്ന് എൻ്റെ ആവശ്യത്തിന് എനിക്ക് ദിവസവും എടുക്കാം. പ്രൈസ് ദി ലോർഡ്. വഴി തുറക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. ഭക്തൻ്റെ ഉറപ്പെന്നറിയാവോ? എൻ്റെ ആവശ്യത്തിന് കൊട്ടാരം വക ചെല്ലത്തിന്ന് എനിക്ക് ദിവസവും എടുക്കാം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, വഴി തുറക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് കേട്ടല്ലോ. ഇത്ര ആഴത്തിൽ വിശ്വസിക്കാൻ നമ്മുടെ വിശ്വാസം വളർന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാധാരണക്കാരനായ ഒരു ഉപദേശി പറയുകയാ, ഞാൻ കൊട്ടാരം വക സർവാധികാരി, എൻ്റെ ആവശ്യത്തിന് എനിക്ക് ദിവസവും കൊട്ടാരത്തിലെ ചെല്ലത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അങ്ങ് വിശ്വസിച്ചു, സത്യമാണെന്ന് വിശ്വസിച്ചു. അപ്പോൾ ചോദിച്ചു, സാറേ എന്തോ സമ്പാദിച്ചു? അപ്പോൾ ഉപദേശിച്ച് പറഞ്ഞു, എനിക്കൊരു സമ്പാദ്യമുണ്ട്, അതൊരു മൈലാഞ്ചി പൂന്തോട്ടമാണ്. സൂര്യ ടി വിയിലെ സീരിയലല്ല, മൈലാഞ്ചി. ഉത്തമഗീതം 1:14 എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കൊല പോലെ ആകുന്നു. അത് വായിച്ച് പ്രസംഗിക്കുന്ന ഉപദേശി പറയുകയാണ്, എനിക്കൊരു സമ്പാദ്യമുണ്ട്, അതൊരു മൈലാഞ്ചി പൂന്തോട്ടമാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ഈ രാജ്യത്ത് വന്നു, തമ്പുരാൻ കൊണ്ടുവന്നാക്കി. ഒരുപാട് വഴി അടഞ്ഞപ്പോൾ ദൈവം വഴി തുറന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആ തുറന്ന വഴി ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ വഴിയോട് ചേർത്ത് വെക്കാൻ കഴിയത്തില്ലയോ? ആരും കാണാത്ത ഒരു വഴിയായിരുന്നു. പലരും അടച്ചു, അവരുടെ മുമ്പിൽ തുറന്ന വഴിയായിരുന്നു. മാത്രമല്ല, ആർക്കും ഇന്ന് വരെ ചോദ്യം ചെയ്യാനൊക്കാത്ത വിധത്തിലല്ലേ ദൈവം വഴി തുറന്നത്. ഏറ്റവും ഒടുവിൽ
നീ നിൽക്കുന്ന സ്ഥലത്ത് തുറന്ന വഴി. കണ്ണുകളടയ്ക്കാം. വഴി കാണാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചൊല്ലി വഴി കാണാതിരിക്കുമ്പോൾ, സാമ്പത്തിക ഞെരുക്കത്തിന് മുമ്പിൽ വഴി കാണാതിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ വഴിയൊന്നും കാണാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പൈതലെ പറ, ആരും കാണാത്തൊരു വഴി ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആരും കാണാത്തൊരു വഴി ദൈവം എൻ്റെ കുഞ്ഞിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ആരും കാണാത്തൊരു വഴി ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പൻ ഇറക്കി വിടുമ്പോൾ മറ്റൊരപ്പൻ പറയുന്നു, നീ എൻ്റെ മൂന്നാമത്തെ മകന്. അതാണ് ദൈവത്തിൻ്റെ വഴി. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ നിരാശയോടെ വന്നെങ്കിൽ ഈ ഉറപ്പോടെ പോകാവൂ. കണ്ണുമടച്ച് കർത്താവിനെ വിശ്വസിക്കാം. അന്ധന്മാർക്ക് വേണ്ടി, ആരും അറിയാത്ത വഴി തുറക്കുന്ന ദൈവം, കണ്ണുമടച്ച് വിശ്വസിക്കുന്നവന് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തൂ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തൂ. വാതിലുകൾ പലതും അടഞ്ഞിടിലൂ, വല്ലഭൻ പൊതുവായി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലൂ, വല്ലഭൻ പൊതുവായി തുറന്നിടുമേ. കരുതൂ അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തോണ യേശു. കണ്ണോ നേരാവ തുടയ്ക്കൂ, കഷ്ടങ്ങളിൽ നല്ല തോണ യേശു. കണ്ണോ നേരാവൻ. പ്രിയപ്പെട്ട കർത്താവേ, വഴിയെല്ലാം അടഞ്ഞെന്ന് തോന്നുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. ഇതുവരെ ഞങ്ങൾ കടന്നു പോയിട്ടില്ലാത്ത ചില പുതുവഴികൾ ഞങ്ങൾക്കായി നീ തുറക്കണേ. തേജൻ്റെ കുഞ്ഞുങ്ങളെ ഈ രാത്രി തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം വെറുതെ മടങ്ങി വരത്തില്ലല്ലോ, അതതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതോർത്ത് സ്തോത്രം. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ കർത്താവേ. ഈ ബലത്തോട് ഞങ്ങൾ പോകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് പാട്ടുപാടി സ്തോത്ര കാഴ്ചകൾ സ്വീകരിക്കാം. നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. നിമിത്തം മണ്ണിൽ ഞാൻ ജീവൻ തന്നിൽ വസിക്കാൻ
ചേരാൻ താരാതിനേഷം മണ്ണിൽ ഞാൻ ചെയ്യാൻ തന്നിൽ വസിപ്പാൻ ഉന്നതൻ ചേരാൻ ത്യാഗം ചെയ്യൂ നീ പണമിലാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ കരുണാനിധി കാൽവരിയന്ത്രേ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം മാറായലേവിൽ പാറയിൻ വെള്ളം മാറാത്തോരേലും മാധുര്യമന്ന മാറായലേവിൽ പാറയിൻ വെള്ളം മാറാത്തോരേലും മാധുര്യമന്ന പാറയാൻ രാപ്പകൽ ധ്യാനം യോർദാന്റെ തീരമെന്നാശ്വാസം യോർദാന്റെ തീരമെന്നാശ്വാസം കരുണാനിധിയെ കാൽവരിയന്ത്രേ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം കൃപയെ കേളം കൃപാനിധിയെ 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 കൃപയെ കേളം കൃപാനിധിയെ 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 മുമ്പേ പോയതിൻ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം കരുണാനിധിയെ കാൽവരിയന്ത്രേ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം ഇന്ന് പ്രാരംഭ രാത്രി യോഗത്തിൽ വ്യാപന ദൈവകൃപയ്ക്ക് ദൈവത്തോടെ സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹമായി ദൂത് നൽകി തന്ന പ്രിയ ദൈവദാസനോട് നാം സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. നാളെയും കൃത്യം 7:30 തന്നെ വൈകിട്ട് യോഗം ആരംഭിക്കുന്നു. 31-ാം തീയതിയിൽ കൃത്യം 7:30 തന്നെ യോഗം ആരംഭിക്കുന്നതാണ്. അന്ന് 9:30 വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കുന്നു. വിശുദ്ധ കുർബാന മധ്യേ നമ്മുടെ ഹാർവസ്റ്റിനുള്ളതായ കവറുകൾ സമർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പ്രത്യേക അവസരം ഉണ്ടായിരിക്കുന്ന അത്ര അതിലും എല്ലാവരുടെയും സഹകരണം, പ്രത്യേകിച്ച് ഇടവകയുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും മനസ്സിലാക്കി എല്ലാവരുടെയും സഹകരണം പ്രത്യേകം ഇടവകയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുക. പ്രിയപ്പെട്ട നമ്മുടെ ഇടവക വൈസ് പ്രസിഡന്റ് ശ്രീമാൻ PV വർഗീസകളിനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്കായിട്ട് താഴെ വണക്കാം. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിൻ്റെ വൈകിവേളയിൽ ഈ വർഷം അവസാനത്തോടത്തിരിക്കുന്ന സമയത്ത് കർത്താവേ, ഇടവകയായി ഇങ്ങനൊരു കൺവെൻഷൻ കൊണ്ടാടുവാൻ തക്കൊണ്ടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷാന്ത കൺവെൻഷൻ കർത്താവേ, ഇന്ന് ഈ പ്രാരംഭ ദിവസത്തിൽ ഇടങ്ങളായിരിക്കുമ്പോൾ ഇടങ്ങളെ മധ്യ അവിടെ നിന്നുള്ള വിശ്വാസത്തിൽ പോകാൻ തക്കൊണ്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്ത 2 ദിവസങ്ങൾ നടക്കുന്ന കൺവെൻഷനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ മകൻ നാട്ടിൽ നിന്ന് ഈ പ്രദേശത്ത് വരുവാനും അനുഗ്രഹപ്രദമായൊരു ദൂത് നമുക്ക് നൽകുവാൻ തക്കോണം നിൻ്റെ മകനെ ഒരുക്കിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. നിൻ്റെ മകൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ നിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകണമേ. ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെയും കർത്താവേ അടിയങ്ങൾക്ക് 100ഉം 1000ഉം മേനി വിളയുവാൻ തക്കോണം അടിയങ്ങളെ അതിന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കേട്ട വചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നതാ കർത്താവേ. അറിയാത്ത വഴിയെപ്പറ്റി വിവിധ രീതിയിൽ അടിയങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഏത് അടഞ്ഞു കിടക്കുന്ന വഴിയും തുറക്കുവാൻ കഴിവുള്ളവനായി ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്നുള്ളതായ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, അടിയങ്ങൾ ഏഴകളാകുന്നു.
പാപികളാകും, ദോഷികളാകുന്നു കർത്താവെ. ജീവിതത്തിൽ ഒന്നും നേടിയതല്ല കർത്താവെ, എല്ലാം അവിടുത്തെ ദാനങ്ങളൊന്നും മാത്രമാകുന്നുവല്ലോ കർത്താവെ. ഈ വർഷാവസാനം ഉണ്ടായിരുന്ന എത്രയോ പേർ ഈ വർഷാവസാനത്തോട് അടുത്തപ്പോൾ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ എത്രയോ ആൾക്കാർ സുഖമില്ലാതെ ഭവനങ്ങളിലും ആശുപത്രികളിലും വിശ്രമിക്കുമ്പോൾ, ഏഴകളും പാപികളുമാകുന്ന അടിയങ്ങളെ കർത്താവെ ഇത്രത്തോളം സുഖത്തോടെയും ക്ഷേമത്തോടെയും കൂടി കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് കഴിയാത്തതായി ഒന്നുമില്ല കർത്താവെ. അവിടുന്ന് മുറിക്കുന്നതിനും മുറി കൊട്ടുന്നതിനും അവിടുന്ന് ആകയാൽ സ്തോത്രം ചെയ്യുന്നതാണ് കർത്താവെ. വിശ്വാസമുള്ളിടത്ത് കർത്താവെ അവിടുത്തെ കരുണ എത്രയോ വലുതാകുന്നു കർത്താവെ. കർത്താവെ, നീ കനിയുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും വൃഥാവാണല്ലോ കർത്താവെ. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലുള്ള ലോകത്തടിയങ്ങൾ ജീവിക്കുമ്പോൾ ഒന്നുകൊണ്ടും പോഴുവാനില്ല കർത്താവെ. അടുത്ത നിമിഷം എന്താകുന്നു ഏതാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും അവിടുന്ന് എല്ലാമേ നീ മുന്നവേ അറിഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഞങ്ങളുടെ വിശ്വാസത്തല്ല കർത്താവെ, അവിടുത്തെ വിശ്വാസം മാത്രമാകുന്നു കർത്താവെ. അടിയങ്ങളെ നടത്തുന്ന ഓരോ വിധങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തി ഓരോ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഇത്രത്തോളം മക്കളെ നിൻ്റെ ഈ ആലയത്തിൽ കൂട്ടിവരുത്തി കർത്താവെ, അടുത്ത ദിവസങ്ങളിൽ 2 ദിവസം നടക്കുന്ന കൺവെൻഷനിൽ കൂടുതലായ ആൾക്കാരെ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെയും കുടുംബമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിൻ്റെ മകനിലൂടെ ഇടവയിൽ കിട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായും എല്ലാ വചന ശുശ്രൂഷകൾക്കായും എല്ലാ നേതൃത്വത്തിനായും സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എവിടെയെങ്കിലും ഓരോരുത്തരും ഇപ്പോൾ പിരിഞ്ഞു പോകട്ടെ കർത്താവെ. പിരിയാത്തവനായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. അടുത്ത ദിവസങ്ങൾ കൂടുതലായി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകല കൃപകളാലും നിറയ്ക്കണമെന്ന് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാണമേ. ദാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധരുടെ നിരന്തരമായ സംസർഗം സഹവാസം പ്രിയരെ നമ്മോടുകൂടെ ഈ രാത്രിയിലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കിത് തുടർന്ന് എല്ലാവർക്കും തന്നെ ഭക്ഷണം കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ സംബന്ധിച്ച് മാത്രമേ പോകാമെന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. നാളെയും ഇന്ന് വന്ന എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. വരാൻ സാധിക്കാത്ത പോയവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്തുകൊള്ളട്ടെ. പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും വന്ന് തുടർന്നുള്ള ദിനങ്ങളിലും അനുഗ്രഹപൂർണ്ണമാക്കി തീർപ്പാൻ എല്ലാവരുടെയും സാന്നിധ്യം സഹകരണം ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.